നമ്മളൊരു വാഗ്ദത്ത ദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിരോധമായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നത് ഫെലിസ്ത്യരുമായിട്ട് ഉള്ള യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവരുടെ തകർച്ചയെക്കുറിച്ച് യിരെമ്യാവിലൂടെ പ്രവചനദൂതായിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ അവരുടെ നാശത്തെക്കുറിച്ച് തന്നെയാണ് പ്രവചിക്കുന്നത്. അതായത് വടക്ക് ദേശത്തു നിന്ന് കടന്നു വരുന്ന ഒരു വെള്ളം അതവരുടെ പട്ടണങ്ങളിലൂടെ കടന്നുപോയി. അവിടെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് കുതിരകളുടെ കുളമ്പടിയും അതുപോലെ മക്കളെ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ ഓടിപ്പോകുന്ന മാതാപിതാക്കളെയും കുറിച്ച് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്, വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം എന്തായിരിക്കാം സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഈ ജനത്തോട് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനം 400 സംവത്സരം അടിമകളായി പാർത്ത് അതിനുശേഷം 40 സംവത്സരം അവർ മരുഭൂമിയിലൂടെയുള്ള യാത്രയിലൂടെ കടന്നു വന്ന് അവരുടെ വാഗ്ദത്ത ദേശത്ത് അവർ പാർക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത് പാർക്കുന്നതായിരിക്കുന്ന ഇവർ അനുദിനമായിട്ട് ഇസ്രായേലിനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കാനിടയായി തീർന്നു. പല മേഖലകളിൽ പല സന്ദർഭങ്ങളിൽ ഇവർ യുദ്ധത്തിനു വേണ്ടി ഇവരുമായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു യുദ്ധമാണ് മല്ലനായിരിക്കുന്ന ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം. കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെയും ഇസ്രായേൽ ജനത്തെയും വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അവസാനം തൻ്റെ ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ദാവീദ് ഈ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ എറിഞ്ഞു വീഴിച്ച് അവൻ്റെ തലയിറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് ഇവരുടെ അനുദിനമായിട്ടുള്ള യുദ്ധത്തിൻ്റെ നടുവിൽ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഇവരെക്കുറിച്ച് പ്രവചിക്കുന്നു. ഇവരുടെ അധപ്പതനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും തകർച്ചയെക്കുറിച്ച് പ്രവചിക്കുക. അപ്പോൾ ആ പ്രവചനദൂത് അത് അതിൻ്റെ നിവർത്തീകരണത്തിനകത്തേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ പൂർണ്ണമായിരിക്കുന്ന നാശത്തെക്കുറിച്ച് നമുക്കതിനകത്ത് കാണാൻ കഴിയുമ്പോൾ അവർ ആ ദേശത്തു തന്നെ ഇല്ലാതെയായി പോകാനിടയായി തീരുന്നുണ്ട്. പിന്നീട് നമുക്ക് അവരെക്കുറിച്ച് കാണുവാനേ കഴിയുന്നില്ല. അവരെക്കുറിച്ച് നമുക്ക് ഈ ബാബിലോണിൽ നിന്ന് കടന്നു വന്ന ആ സൈന്യങ്ങൾ ഇവരെ ഒന്നടങ്കമായി കുഞ്ഞുകുട്ടികളടക്കം സകലരെയും നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നമ്മളൊരു വാഗ്ദത്ത ദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിരോധമായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ, നമ്മൾ ഒരു വാഗ്ദത്ത ദേശത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ നമുക്ക് വിരോധമായി കയറി വരുന്ന ശത്രുവിനെ തകർക്കുന്നത് നമ്മളല്ല, സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അതിനെയെല്ലാം തകർത്തു കളയുവാനിടയായിത്തീരും. പിന്നീട് നമുക്ക് പുതിയ നിയമത്തിനകത്ത് ഇതിനെക്കുറിച്ച് ഈ ഫെലിസ്ത്യരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ അതിപ്രധാന നഗരമായിരിക്കുന്ന ഗസയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു പട്ടണമായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയോ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. അന്ന് 7 പേരിൽ ഒരുവനായിരിക്കുന്ന ഫിലിപ്പോസ് കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവാത്മാവനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഗസയ്ക്കുള്ളതായിരിക്കുന്ന നിർജ്ജനമായിരിക്കുന്ന പ്രദേശത്തേക്ക് പോക എന്ന് ദൈവാത്മാവ് അവനെ ഓർമ്മപ്പെടുത്തുന്നു. അതനുസരിച്ച് അവൻ ആ നിർജ്ജനമായിരിക്കുന്ന പ്രദേശത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒരു കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള പട്ടണമായിരുന്നതിനെ തമ്പുരാൻ അതിനെ തകർത്ത് കളഞ്ഞ് ഗസ എന്ന് പറയുന്നത് ഒരു നിർജ്ജന പ്രദേശമായെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് സർവശക്തനായിരിക്കുന്ന ദൈവം ആ തകർച്ചയുടെ നടുവിൽ നിന്ന്
സുവിശേഷം മറ്റൊരു തലത്തിലേക്ക് കൈമാറുന്നത് നമുക്ക് കാണാൻ കഴിയുക. എന്താണെന്ന് ചോദിച്ചാൽ, ഷണ്ണനുമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറി ഷണ്ണൻ സ്നാനപ്പെട്ട് അവിടെ നിന്ന് കയറുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്ക് വിരോധമായി നിൽക്കുന്നതിനെ തകർത്ത് ഒരു പുതിയൊരു തുടക്കം നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ആമേൻ.